Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൽ ടോട്ടൽ 8 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ ഞാൻ 3 പ്രോബ്ലംസ് 5 തിയറി അങ്ങനെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ 6 തിയറിയും 2 പ്രോബ്ലം അങ്ങനെ വരാനും സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രോബ്ലത്തിൽ ആദ്യത്തെ സജസ്റ്റ് ചെയ്യാനുള്ളത് അമാൽഗമേഷൻ ടോപ്പിക്കിൽ പർച്ചേസ് കൺസിഡറേഷൻ്റെ കാൽക്കുലേഷൻ പ്രതീക്ഷിക്കാം. അമാൽഗമേഷനിൽ പർച്ചേസ് കൺസിഡറേഷൻ അതിൻ്റെ പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആദ്യം പറയുന്നത് പ്രോബ്ലം ടോപ്പിക്സ് ആണ് കേട്ടോ. പ്രോബ്ലം പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഹോൾഡിംഗ് കമ്പനിയുടെയാണ്. ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് ഇത് ചെറിയ ചോദ്യങ്ങളാണ് കേട്ടോ. അതിൽ നമുക്കറിയാം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ, കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണോ എന്നുള്ളത് നോക്കുക, മൈനോറിറ്റി ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ. അങ്ങനെ 5 മാർക്കിലെ ഇതിലേതെങ്കിലും കാൽക്കുലേഷൻസ് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. ചെറിയ ചോദ്യങ്ങൾ പ്രോബ്ലമായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയിൽ പ്രോബ്ലം വരുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇനി ലിക്വിഡേഷനിൽ നിന്നും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ലിക്വിഡേഷനിൽ ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യമാണ് മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 3 എണ്ണത്തിൽ നിന്നും പ്രോബ്ലം ചോദിക്കാം, അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും 2 എണ്ണം ആവാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് തിയറി ചോദ്യങ്ങളിലോട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് നോക്കുക. അതുപോലെ തന്നെ ഒബ്ജക്ഷൻസ് എഗെയിൻസ്റ്റ്, ദാറ്റ് മീൻസ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് അഡ്വാൻറ്റേജസും. അതുപോലെ തന്നെ എന്താ ഒബ്ജക്ഷൻസ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം, കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ആവാം ചോദിക്കുക, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതൊക്കെ 5 മാർക്സിന് സ്കോപ്പ് ഉള്ളതാണ്. പിന്നെ ഒബ്ജക്ഷൻസ് അഗെയിൻ HRA, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. ഇതാണ് നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്ക്. ഇനി HRAയിൽ ഒരുപാട് മെത്തേഡ് ഉണ്ട് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ. അതിലേതെങ്കിലും ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജ് ആണ് പിന്നെ വരാറ്. ഒരുപാട് മെത്തേഡ് ഉള്ളതുകൊണ്ട് തന്നെ ഏതായിരിക്കും പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാത്തതാണ് വരുന്നതെങ്കിൽ വേറെ ടോപ്പിക്കിലോട്ട് കിടക്കുക. എന്തായാലും ഞാനിവിടെ അത് പറയാം. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് അത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് മെത്തേഡ് ഉള്ളതുകൊണ്ട് തന്നെ. ഇപ്പം അതിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് ഉണ്ട്, റീപ്ലേസ്മെൻ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിൽ ഏതായിരിക്കും എന്നുള്ളത് ഹിസ്റ്റോറിക്കൽ ഉണ്ട്,
ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പലതും ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് നെക്സ്റ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ASBയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അതിൻ്റെ ഫങ്ഷൻസ് ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡേഴ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി ഓഫ് ഇൻഡേഴ്സ് അത് നോക്കണം. ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടത്. ദെൻ IFRS ആണ് നെക്സ്റ്റ്. IFRSും ഇൻഡേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്, ഒരു സ്കോപ്പുള്ളതാണ്. IFRSും ഇൻഡേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് IFRS വേഴ്സസ് ഇൻഡേഴ്സ്. അതുപോലെ തന്നെ IFRSൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കോളൂ കേട്ടോ. IFRSൻ്റെ ഫീച്ചേഴ്സ്, ബെനഫിറ്റ്സ്, ആ ഒരു ഏരിയ നോക്കാം, മറന്നു പോകരുത്. അതാണ് മറ്റൊരു ടോപ്പിക്ക് പ്രതീക്ഷിക്കുന്നത്. 8 ചോദ്യങ്ങളുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ഞാൻ പർച്ചേസ് കൺസിഡറേഷൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടായിരുന്നു, അതിൻ്റെ തിയറിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പർച്ചേസ് കൺസിഡറിൻ്റെ മെത്തേഡ്സ്, പർച്ചേസ് കൺസിഡറേഷൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് അത് 5 മാർക്കിന് ചോദിക്കാം തിയറി ആയിട്ട് കേട്ടോ. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡും പർച്ചേസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് വേഴ്സസ് പർച്ചേസ് മെത്തേഡ്, അത് നോക്കിയിരിക്കണം, എക്സ്പെക്ട് ചെയ്യാം തിയറി ആയിട്ട്. പിന്നെ അതിൽ തന്നെ അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ ഉണ്ട്, അതിൻ്റെ കണ്ടീഷൻസ് അത് നോക്കി വെച്ചോളൂ കേട്ടോ. അതും കൂടി പറയാം. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ, അതിൻ്റെ കണ്ടീഷൻസ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഹോൾഡിംഗ് കമ്പനിയാണ്. ഹോൾഡിംഗ് കമ്പനിയുടെ തിയറി ആയിട്ട് അതിൽ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സ് ഉണ്ട്, നോക്കണം ആ ഒരു ചാപ്റ്ററിൽ നിന്ന്. അതാണ് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്, അഡ്വാൻറ്റേജസ്, ടൈപ്സ്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു, ഇടാം. അതുപോലെ തന്നെ ലിക്വിഡേഷനിൽ നിന്നാണ് നെക്സ്റ്റ്. ലിക്വിഡേഷൻ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കണം. ലിക്വിഡേഷൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോസസ് ഓഫ് കമ്പൽസറി ലിക്വിഡേഷൻ, അതിൻ്റെ പ്രോസസ് ഓഫ് കമ്പൽസറി ലിക്വിഡേഷൻ പ്രോബ്ലം ഒരു സിമ്പിളായിട്ടുള്ളത് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഒരു സജഷൻ കൂടി നൽകാനുള്ളത് IBC 2016 ഫീച്ചേഴ്സ് നോക്കിക്കോളൂ. ഇതാണ് നമ്മളിനി മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനി അഡീഷണൽ ആയിട്ട് പറയാനുള്ളത് ആ ഒരു ടോപ്പിക്കിൽ IBB ഉണ്ടല്ലോ, IBBI, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, അതും കൂടിയും ലാസ്റ്റ് ഒരു സജഷനായിട്ട് ഞാൻ പറയാം. ടൈമിൻ്റെ ബേസിൽ നോക്കിയാൽ മതി. കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ IBBIയുടെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ഇത് നിങ്ങൾ ടൈമിൻ്റെ ബേസിൽ നോക്കിയാൽ മതി കേട്ടോ. ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്തായാലും 3 പ്രോബ്ലം, അതിൽ 2 ആവും, ചിലപ്പോൾ 3 ഇടാം. അമാൽഗമേഷനിൽ നിന്ന് പർച്ചേസ് കൺസിഡറേഷൻ്റെ കാൽക്കുലേഷൻ, ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്, ലിക്വിഡേഷനിൽ ലിക്വിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിനെ റിലേറ്റ് ചെയ്തുള്ള സിമ്പിൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം. ഇതാണ് 3 അതിൽ 2 ആവും ചിലപ്പോൾ വരാം. ഇനി ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ നിന്ന് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ് ഉണ്ട്, പിന്നെ ഒബ്ജക്ഷൻസ്, അഗെയിൻസ്റ്റ് ഉണ്ട്. ഇതിലൊരു ചോദ്യം. മെത്തേഡ്സിൽ 1 അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ASBയുടെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്.
ഇൻഡേഴ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി, ഇൻഡേഴ്സും IFRS തമ്മിലുള്ള ഡിഫറൻസ്, IFRSൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് നോക്കുക. പർച്ചേസ് കൺസെഷൻ്റെ തിയറി, മെത്തേഡ്സ്, പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡും പർച്ചേസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ അമാൽഗമേഷൻ ദി നേച്ചർ ഓഫ് മെർജർ, അതിൻ്റെ കണ്ടീഷൻസ്, ഹോൾഡിംഗ് കമ്പനിയുടെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ടൈപ്സ് ഉണ്ട്, നോക്കിയിരിക്കണം. ഓക്കെ, ദെൻ ലിക്വിഡേഷൻ്റെ ഇമ്പോർട്ടൻസ്, പ്രോസസ്സ്, പിന്നെ IBCയുടെ 2016 അതിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ലാസ്റ്റ് ഇതും കൂടിയും ടൈമിൻ്റെ ബേസിൽ IBBAയുടെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്. അപ്പോൾ വലിയൊരു പേപ്പറാണ്, അതുകൊണ്ടാണ് ഇത്രയധികം വരുന്നത്. നമുക്ക് 8 ചോദ്യങ്ങളാണ്, അതിൽ 5 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. അപ്പോൾ എന്തായാലും ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ HRA ഈസിയസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതിലത്തെ ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ നമ്പർ 4 ഇല്ലേ, അതെന്തായാലും നോക്കിക്കോ, 5 മാർക്ക് ഷുവറാണ്. അതുപോലെ തന്നെ IFRSനെ റിലേറ്റ് ചെയ്തുള്ള തിയറി നോക്കിക്കോ, 5 മാർക്ക് ഷുവറാണ്, 2 എണ്ണമായി. പിന്നെ ഹോൾഡിംഗ് കമ്പനിയിൽ നിന്നാണെങ്കിലും. അപ്പോൾ അങ്ങനെ 2-3 ചെറിയ ടോപ്പിക്കുകളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 3-4 കിട്ടും. ലാസ്റ്റ് മൊമെൻറ്റിൽ പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞവർ അതിലേക്ക് ഫോക്കസും കൊടുക്കുക. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.